സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് രൂപീകരിച്ച 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി പാലക്കാട് ഭൂപടങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് ജില്ലയിലെ വിവിധ ഭൂപ്രദേശങ്ങളുടെ ഭൂപടങ്ങൾ ഉൾപ്പെടുത്തി പ്രദർശനം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഭൂവിനിയോഗ ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ RS സജീവ് അധ്യക്ഷത വഹിച്ചു. ഭൂവിനിയോഗ ബോർഡിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ വികസന പദ്ധതികൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് MV ശശിലാൽ പറഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മുടെ സ്വകാര്യ കൃഷിയിടങ്ങളിൽ കൂടെ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് വ്യാപിപ്പിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഡിസ്കസ് വെച്ചു. ഏതെങ്കിലും എംപാനൽഡ് ഏജൻസി ശാസ്ത്രീയമായുള്ള എംപാനൽഡ് ഏജൻസി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ സ്വകാര്യ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് ഡിസ്കസ് വെച്ചപ്പോൾ നമ്മുടെ കേരളത്തിനകത്തുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇങ്ങനെ നിയന്ത്രണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അങ്ങനെ നിയന്ത്രണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ഏജൻസി ലാൻഡ് യൂസ് ബോർഡാണ്. 39ഓളം പഞ്ചായത്തുകളുടെ നിയന്ത്രണ മാസ്റ്റർ പ്ലാൻ നമ്മുടെ ലാൻഡ് യൂസ് ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏകദേശം കുറച്ച് എണ്ണത്തിൻ്റെ റിപ്പോർട്ടുകളിലൂടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നിയന്ത്രണ മാസ്റ്റർ പ്ലാൻ രൂപീകരണത്തിന് ശേഷമാണ് നമ്മൾ നദീതട പ്ലാൻ രൂപീകരിച്ചത്. അതായത് ഒരു നദീതടം എത്രമാത്രം പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്നോ അതിനെല്ലാം വിശദമായി ക്ഷേമനിയന്ത്രണാടിസ്ഥാനത്തിൽ സർവേ ചെയ്ത് അതിനകത്തുള്ള ജലസ്രോതസ്സുകൾ കണ്ടെത്തി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും എന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഓരോ നിയന്ത്രണാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മാലിന്യമുക്തം നവകേരളം കോർഡിനേറ്റർ കല്യാണകൃഷ്ണൻ, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ K സെയ്തലവി എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള ഭൗമശാസ്ത്ര വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പ്രദർശനം കാണാനെത്തി. കോളേജ് വിദ്യാർത്ഥികൾക്ക് പാലക്കാട് ജില്ലയിലെ വിവിധ ഭൂപ്രദേശങ്ങൾ സ്റ്റീരിയോസ്കോപ്പിലൂടെ കാണുന്നതിനും ഭൗമ സവിശേഷതകൾ കണ്ടു മനസ്സിലാക്കുന്നതിനുമുള്ള സൗകര്യവും കൂടാതെ സാറ്റലൈറ്റ് ഇമേജുകൾ, ഏരിയൽ ഫോട്ടോകൾ, കഡസ്ട്രൽ മാപ്പുകൾ, വിവിധ തീമാറ്റിക് മാപ്പുകൾ എന്നിവയും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഉപകാരപ്പെടുന്നതാണ് പ്രദർശനം.